യൂറോപ്പിനോട് സാദൃശ്യമായിട്ടുള്ള അവിടെ പഠിച്ചാലുള്ള ബെനിഫിറ്റുകൾ എന്താണ്? ഒരാൾക്ക് ഏകദേശം അസർബൈജാനിൽ താമസിക്കാൻ ഒരു മാസം നമുക്ക് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അസർബൈജാനിലെ ഏക യൂണിവേഴ്സിറ്റി MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. നമുക്ക് ഈ വീഡിയോയുടെ അസർബൈജാൻ എന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും പറയാം. കാസ്പിയൻ കടലിന്റെ പടിഞ്ഞാറ് തീരത്തുള്ള യൂറോപ്പിനോട് സാദൃശ്യമായിട്ടുള്ള അതിവേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അസർബൈജാൻ എന്ന് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷേ അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. റഷ്യ, ജോർജിയ, അർമേനിയ, ഇറാൻ, ടർക്കി എന്നീ രാജ്യങ്ങളാണ് അസർബൈജാനിന്റെ നിയർ ബൈ ആയിട്ടുള്ള രാജ്യങ്ങൾ. മോഡേൺ ആർക്കിടെക്ചറും അതുപോലെ തന്നെ പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിന്റെ പോലെയുള്ള വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാനിന്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് എണ്ണ തന്നെയാണ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ടും വളരെ നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് അസർബൈജാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അസർബൈജാനിലെ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ പഠിച്ചാലുള്ള ബെനിഫിറ്റുകൾ എന്താണ്, NMCന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അസർബൈജാനിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ എത്ര രൂപ ശമ്പളം കിട്ടും, തുടങ്ങിയ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ എന്തായാലും പറയാം. സോ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറോ ആയിട്ടുള്ള ആരെങ്കിലും അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അതുപോലെ തന്നെ അവർക്ക് ഈ വീഡിയോന്റെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അസർബൈജാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാക്കു ആണ്. ബാക്കുവിലെ നമുക്കറിയാം അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2 to 30 ഡിഗ്രി സെൽഷ്യസിനുള്ളിലാണ് അസർബൈജാന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നും നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണുള്ളത്, ദുബായ് ത്രൂ, അല്ലെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്, നമുക്ക് 9 hours ട്രാവലിംഗ് ടൈം ആണുള്ളത്. ഇവിടുത്തെ വിസ പ്രൊസീജിയേഴ്സ് വളരെയധികം എളുപ്പമാണ്. നമുക്ക് മോൾഡോവനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ വിസ വളരെ എളുപ്പമായിട്ട് തന്നെ കിട്ടുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ എന്നുള്ളത്. അസർബൈജാനിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അസർബൈജാനി ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കറൻസി എന്ന് പറയുന്നത് മനാത്താണ്. ഒരു മനാത്ത് ഓൾമോസ്റ്റ് 50 റുപ്പീസിന്റെ അടുത്താണ് ഉള്ളത്. അതായത് ഒരു മനാത്ത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു മനാത്ത് ഈസ് ഈക്വൽ ടു 50 റുപ്പീസ് ആണ്. അസർബൈജാന്റെ കൾച്ചർ എന്ന് പറയുന്നത് യൂറോപ്യൻ കൾച്ചറാണ്. അതുപോലെ നമ്മൾ അസർബൈജാന്റെ സിറ്റിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ ടച്ച് ഉള്ള ഒരു സിറ്റിയാണ്. നമുക്കിപ്പോൾ ബാക്കു ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ദുബായ് ആണോ എന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള, അത്രയും ഇൻഫ്രാസ്ട്രക്ചറുള്ള, അത്രയും മോഡേൺ ആർക്കിടെക്ചർ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ് അസർബൈജാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കു സിറ്റിയിലുള്ളത്. ഒരാൾക്ക് ഏകദേശം അസർബൈജാനിൽ താമസിക്കാൻ ഒരു മാസം നമുക്ക് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 20,000 to 25,000 റുപ്പീസ് നമ്മൾ കാണേണ്ടി വരും. ഫുഡ് ആൻഡ് അക്കോമഡേഷന് അത്രയും എക്സ്പെൻസ് നമ്മൾ കാണേണ്ടി വരും. കാരണം അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഇത്രത്തോളം എക്സ്പെൻസുകൾ നമുക്ക് വരുന്നുണ്ട് അസർബൈജാനിൽ. അസർബൈജാനിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അസർബൈജാനിലെ ഏക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമുക്ക് NMCയുടെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ NMCന്റെ റൂൾ പ്രകാരം ഒന്നാമത്തെ റൂൾ ഡ്യൂറേഷൻ ആണ്. അതായത് 54 month പ്ലസ് 1 year ഇന്റേൺഷിപ്പ് ആണ് NMC പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 5 year പ്ലസ് 1 year ഇന്റേൺഷിപ്പ്, അങ്ങനെ ടോട്ടൽ സ്റ്റഡി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 years ആണ്. അപ്പോൾ NMCയുടെ ഒരു റൂൾ എന്തായാലും അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അത് ഇംഗ്ലീഷിലാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വരുന്നത് ഇന്റേൺഷിപ്പിന്റെ കാര്യമാണ്. അതും 5+1 ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് 1 year കൊടുക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അസർബൈജാനിലെ ഹെൽത്ത് മിനിസ്ട്രി ഇന്ത്യൻ എംബസിയിലേക്ക് കൊടുത്ത ഒരു ലെറ്റർ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്നു എന്നുള്ള ലെറ്റർ നമ്മൾ ഈ വീഡിയോന്റെ താഴത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സോ അതും നമുക്ക് ആ ഒരു റൂളും കൺഫേം ചെയ്യാനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റുഡൻസ് കൂടുതൽ നോക്കുന്നത്. പ്രാക്ടിക്കലിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് കടാവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിമുലേറ്റേഴ്സും എല്ലാവിധ മോഡേൺ ടെക്നോളജികളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് ടൈമിംഗ് പറയുന്നത് നമുക്ക് 8:30 to 4:30 PM ആണ്. പക്ഷേ നമ്മൾ ബാക്കി രാജ്യങ്ങളിലും ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിക്സ്ഡ് ക്ലാസ് ടൈമിംഗ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അസർബൈജാന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു ക്ലാസ് ടൈമിംഗ് ഉണ്ട്. മോർണിംഗ്
8:30 മുതൽ ഈവനിങ് 4:30 വരെയുള്ളതാണ് അസർബൈജാനിന്റെ ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസർബൈജാനി ലാംഗ്വേജ് ആണ് അവിടുത്തെ ലാംഗ്വേജ് എന്നുണ്ടെങ്കിലും ഇവിടുത്തെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ തന്നെയാണ് അവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. അത് NMCന്റെ ഒരു 5th റൂളിൽ പെട്ട റൂളാണ്. അപ്പോൾ അതും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റിയുള്ള IELTS പോലത്തെ എക്സാമുകൾ പാസ്സായതിനു ശേഷം മാത്രമാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്കൾട്ടീസ് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ തന്നെയാണ്. അതുകൊണ്ട് അസർബൈജാനി ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജ് ആണെങ്കിൽ പോലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ അസർബൈജാനി ലാംഗ്വേജ് നമ്മൾ എന്തായാലും ചെറുതായിട്ട് പഠിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫസ്റ്റ് ഇയറിൽ അസർബൈജാനി ലാംഗ്വേജ് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ മാർക്കറ്റിലോ സാധനങ്ങൾ വാങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ലോക്കൽസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അസർബൈജാനി ലാംഗ്വേജ് കുറച്ച് അറിയേണ്ടി വരും. പിന്നീട് അസർബൈജാനി ലാംഗ്വേജ് ആവശ്യം വരുന്നത് അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് അസർബൈജാനി ലാംഗ്വേജ് ഒഫീഷ്യലായിട്ട് നമ്മളൊരു എക്സാം പോലെ പാസ്സാവണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ അവിടുത്തെ ആളുകളായിട്ടൊക്കെ സംസാരിച്ച് അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ലാംഗ്വേജ് എന്തായാലും ഇന്റേൺഷിപ്പിന് എത്തുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അറ്റൻഡൻസ് വളരെയധികം കമ്പൽസറി ആണ്. 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ചില യൂണിവേഴ്സിറ്റികളിൽ വിദേശത്ത് തിയറി ക്ലാസ്സുകൾക്ക് അറ്റൻഡൻസ് നിർബന്ധം ഉണ്ടാവാറില്ല, പ്രാക്ടിക്കലിനാണ് കമ്പൽസറി ആക്കൽ. പക്ഷേ അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 80% അറ്റൻഡൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എക്സാമുകളും കാര്യങ്ങളും ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടുത്തെ ഒരു ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ 3 years യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സും 3 yearsന് ശേഷം നമ്മൾ ഡോക്ടേഴ്സിന്റെ കൂടെ ചെറിയ ബാച്ച് ആയിട്ട്, അതായത് ഓൾമോസ്റ്റ് 12 to 15 സ്റ്റുഡൻസിന്റെ ഒരു ചെറിയ ബാച്ച് ആയിട്ട് ഡോക്ടേഴ്സിന്റെ കൂടെ ഇരുന്നിട്ടാണ് 3rd year മുതൽ നമ്മൾ പഠിക്കുക. നമ്മൾ ഇന്ത്യയിലെ പോലെ തന്നെയാണ് അവിടെ ടീച്ചിങ് മെത്തേഡ് ആയിട്ട് വരുന്നത്. പിന്നെ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ലെക്ചറാണ്. ഓൾമോസ്റ്റ് 80 സ്റ്റുഡൻസ് ഒരുമിച്ച് കൂടി ഇരുന്നിട്ടാണ് ലെക്ചറുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും നടക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെം ബാക്ക് അല്ലെങ്കിൽ ഇയർ ബാക്ക് ഉണ്ടോ എന്നുള്ളത് എല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ്. അവിടെ ഇയർ ബാക്ക് ഇല്ല, പക്ഷെ സെം ബാക്ക് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ലെസർ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സും മോർ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുകളും ഉണ്ട്. അപ്പം ലെസർ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുകൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി അവർ തരും. അതുപോലെ തന്നെ മോർ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഫെയിൽ ആയാലും ഒരു ചാൻസ് തരും. പക്ഷേ കണ്ടിന്യൂറ്റി എന്നുള്ളൊരു സംഗതി ഉണ്ട്. അതായത് മോർ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റിന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും അടുത്ത ഇയറിൽ വരിക. അപ്പം ആ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പാസ്സായിട്ടില്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളതിലേക്ക് ഒരു ചാൻസ് കൂടി തരും. അതിലും നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ സെം ബാക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അസർബൈജാനിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ECTS തന്നെയാണ്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അക്യുമുലേഷൻ സിസ്റ്റമാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അവിടുത്തെ ക്ലിനിക്കൽസിന്റെ കാര്യം അല്ലെങ്കിൽ പ്രാക്ടിക്കൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവിടുത്തെ ഏക മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ അണ്ടറിൽ ഒരുപാട് ഹോസ്പിറ്റൽസും ക്ലിനിക്കുകളും ഉണ്ട്. അതിന്റെ അണ്ടറിലാണ് ഇവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിനിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ടുള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതലായിട്ട് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് $6,750 ഒരു വർഷം വരുന്നത്. നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കുമ്പോൾ ഫീസ് ഇത്തിരി കൂടുതലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ റാങ്കിങ്ങോ അല്ലെങ്കിൽ ഇത്ര റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയോ അങ്ങനത്തെ ഒരു ഇത് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വേറെ രാജ്യങ്ങളിലെ ഇത്രയും എക്സ്പെൻസ് വരുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണെങ്കിൽ 1000 റാങ്കിന്റെ ഉള്ളിലുള്ള യൂണിവേഴ്സിറ്റികൾ എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ $6,750 ആണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. പക്ഷേ അതിന് മറ്റ് യൂണിവേഴ്സിറ്റികൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫീസ് കുറച്ച് കൂടുതലാണെങ്കിലും സ്റ്റഡി ക്വാളിറ്റി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷർ കാര്യങ്ങൾ ഇതിനൊക്കെ വളരെയധികം മികച്ച തന്നെയാണ് അസർബൈജാൻ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് നിങ്ങൾ $6,750 കൊടുത്താലും നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി വർത്ത് തന്നെയാണ്. അടുത്തതായിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് സ്റ്റുഡൻസ് അപ്പാർട്ട്മെന്റ്സിലും താമസിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15,000 to 25,000 rupees ആയിരിക്കും നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിട്ട് നമുക്ക് മന്ത്ലി വരുന്ന എക്സ്പെൻസ്. അടുത്തായിട്ട് നമ്മൾ NMCന്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് NMCന്റെ റൂൾസ് നമ്മൾ ഇന്ത്യയിലേക്കുള്ളതാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളായിട്ടുള്ള UK, USA പോലത്തെ രാജ്യങ്ങളിലേക്ക് പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിക്ക് ECFMGന്റെയും WFMന്റെയും അക്രഡിറ്റേഷൻ നിർബന്ധമാണ്. ECFMGന്റെയും WFMന്റെ അക്രഡിറ്റേഷൻ എങ്ങനെ നോക്കാമെന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞതാണ്. നിങ്ങൾ WDOMSന്റെ വെബ്സൈറ്റിൽ പോയി അതിൽ അസർബൈജാൻ സെലക്ട് ചെയ്ത് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എടുത്ത് സ്പോൺസർ നോട്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ECFMGന്റെ അക്രഡിറ്റേഷൻ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും WFMയും അക്രഡിറ്റഡ് ആണ് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും UKയുടെ പ്ലാബ് എക്സാമും അമേരിക്കൻ്റെ USMLE പോലത്തെ എക്സാമുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബെനിഫിറ്റ് തന്നെയാണ്. നേരത്തെ അസർബൈജാനി ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസർബൈജാനിൽ തന്നെ ജോബ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് ജോബുകൾ പോലത്തെ ജോബുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസർബൈജാനി ലാംഗ്വേജ് ടെസ്റ്റുകൾ പാസ്സാവണം. ഓൾമോസ്റ്റ് നിങ്ങൾ അവിടെ ഒരു GP ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50,000 to 60,000 rupees ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയിട്ട് കിട്ടുക. ഈ ഒരു സാലറി വെച്ച് നമ്മൾ നോക്കുക
നോക്കുമ്പോൾ അവിടെ എക്സ്പെൻസ് കൂടുതലും കമ്പാരിറ്റീവ്ലി സാലറി വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് അവിടെ സിറ്റിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 25,000 to 30,000 റുപ്പീസ് നമുക്ക് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാലറി 60,000 ആണെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ 50% നമുക്ക് എക്സ്പെൻസ് തന്നെ വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ സാലറി വളരെ ഒരു കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുബായ് പോലത്തെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ UAE പോലത്തെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസർബൈജാനിൽ നിങ്ങൾ ജോബ് ചെയ്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ DHA എക്സാം ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അത് ഡാറ്റ ഫ്ലോ ചെയ്തിട്ട് നമുക്ക് ദുബായിലെ DHA പോലത്തെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 50,000 അല്ലെങ്കിൽ 60,000 സാലറി വാങ്ങിയിട്ട് ഒരു 2 വർഷം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DHA പോലത്തെ എക്സാമുകൾ നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുബായിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. അടുത്തായിട്ട് നമ്മളുടെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും പാർട്ട് ടൈം ജോബ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജിൽ എന്തെങ്കിലും ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ളത്, ലാംഗ്വേജിൽ അസർബൈജാനി ലാംഗ്വേജിൽ നിങ്ങൾക്ക് പരിജ്ഞാനം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഐ മീൻ അവിടെ ക്ലിനിക്കൽ എക്സ്പോഷർ നന്നായിട്ടുണ്ട്, പക്ഷേ ലാംഗ്വേജ് ബാരിയർ എന്നുള്ളത് അവിടെ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. പക്ഷെ അത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ലാംഗ്വേജ് ബാരിയർ എന്നുള്ളത്. അതാണ് നമുക്കൊരു ഡീമെറിറ്റ് ആയിട്ട് അസർബൈജാനിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂറോപ്യൻ കൾച്ചറുള്ള ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിസ റൂൾസും കാര്യങ്ങളും കുറച്ചുകൂടി എളുപ്പമായിട്ടില്ല. നിങ്ങളുടെ പാരൻസിനൊക്കെ നിങ്ങൾ വന്ന് കാണാനും അല്ലെങ്കിൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു രാജ്യമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, അവിടുത്തെ സിംഗിൾ യൂണിവേഴ്സിറ്റിയാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അസർബൈജാൻ എന്ന ഈ കൺട്രി സെലക്ട് ചെയ്യാം. കാരണം ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന, അല്ലെങ്കിൽ അത്രയും വിദേശത്തുനിന്ന് വിദേശികൾ വരുന്ന ഒരു രാജ്യമാണ് അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഇനി അതർ ദാൻ സ്റ്റഡീസ് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണെങ്കിലും ടൂറിസ്റ്റ് പ്ലേസുകളാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു രാജ്യത്ത് MBBS പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അസർബൈജാൻ വിൽ ബി എ ബെസ്റ്റ് ചോയ്സ് ഫോർ യു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് അവർ കൗൺസിലേഴ്സ്. സോ താങ്ക് യു.